ആരോഗ്യം വലിയ ഒരു അനുഗ്രഹമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹമാണ് ആഫിയത്ത്, ആരോഗ്യം നൽകി എന്നത്. അത് വലിയ മഹത്വമാണ്. അതുകൊണ്ടാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പ്രാർത്ഥിച്ച് പഠിപ്പിച്ച് കാണിച്ചു തരികയാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ അഫ്വ വൽ ആഫിയ. അല്ലാഹുവേ, ഞാൻ നിന്നോട് ആഫിയത്ത്, ആരോഗ്യത്തെ ചോദിക്കുന്നു. ഇങ്ങനെ നിങ്ങൾ ദുആ ചെയ്യണം എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്നു. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, فإن أحدا لم يعطى بعد اليقين خيرا من العافية. ഒരു മനുഷ്യന് അല്ലാഹു തആല നൽകിയ വലിയ നിഅമത്ത് ഈമാൻ, മുഅ്മിനായി എന്നതാണ്. ആ ഈമാൻ, ആ യഖീനിന് ശേഷം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അത് ആഫിയത്താണ്. ആ ആഫിയത്തിനെ അല്ലാതെ ഈമാനിന് ശേഷം മറ്റൊരു വലിയ അനുഗ്രഹത്തെ അല്ലാഹു തആല നൽകിയിട്ടില്ല. അപ്പം ആഫിയത്ത്, ആരോഗ്യം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ആ ആഫിയത്ത്, ആ ആരോഗ്യം നമ്മൾ റബ്ബ് തആല നമുക്ക് നൽകിയത് നാം നിലനിർത്തണം. ആ ആഫിയത്ത്, ആരോഗ്യം വലിയ നിഅമത്താണെന്ന് പറഞ്ഞു. ആ ആഫിയത്ത്, ആരോഗ്യം നഷ്ടപ്പെട്ടു പോകുന്ന, ആ ആഫിയത്തിന് ക്ഷതം വരുന്ന, ആ ആരോഗ്യത്തിന് ക്ഷീണമുണ്ടാക്കുന്ന ഒരു സംഗതിയും ചെയ്തുകൂടാ. അതല്ലേ മഹാനായ ഉസ്മാൻ ഇബ്നു മൽഊൻ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ച് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, യാ ഉസ്മാൻ, ഇന്ന ലിൽ ഐനൈക അലൈക ഹഖ്ഖുൻ. മോനെ, നിന്റെ രണ്ട് കണ്ണുകളോട് നിനക്ക് ചില ബാധ്യതകളുണ്ട്. നിന്റെ ശരീരത്തിനോട് നിനക്ക് ബാധ്യതകളുണ്ട്. നീ രാത്രി ഉറങ്ങാതെ ഉറക്കം പിടിച്ചു വെച്ചുകൊണ്ട് നിന്റെ കണ്ണിനെ ക്ഷീണിപ്പിക്കാൻ പാടില്ല. ആ കണ്ണിന് ഉറങ്ങേണ്ടുന്ന സമയത്ത് കൃത്യമായി ഉറക്കമാകുന്ന റെസ്റ്റ് നിന്റെ കണ്ണിന് കൊടുക്കണം. അതേപോലെ നിന്റെ ശരീരത്തിന് റെസ്റ്റ് എടുക്കാനാണ് നിനക്ക് രാത്രി സമയങ്ങൾ നൽകിയത്. വജഅൽനാ നൗമകും സുബാതാ വജഅൽനൽ ലൈല ലിബാസാ. രാത്രി നിനക്ക് തന്നത് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. നിന്റെ അവയവങ്ങൾക്ക് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. നിന്റെ ശരീരത്തിന് ഓവർ ഡ്യൂട്ടി കൊടുത്തുകൊണ്ട് നിന്റെ ശരീരത്തിനെ പ്രവർത്തിപ്പിക്കുമ്പോൾ ആ ശരീരങ്ങൾക്ക് കേടുപാട് വരുന്നതാണ്. ആ കേടുപാട് വന്നുകൂടാ. അതുകൊണ്ട് കൃത്യമായി നീ ഉറങ്ങണം, കൃത്യമായി നീ ഉണരണം. ശരീരത്തിന് റെസ്റ്റ് കൊടുക്കേണ്ടുന്ന സമയത്ത് ആ ശരീരത്തിന് നീ റെസ്റ്റ് കൊടുക്കണം. ആഫിയത്ത്, ആരോഗ്യം അല്ലാഹു തന്ന വലിയ നിഅമത്താണ്. ആ നിഅമത്ത് നീ നശിപ്പിച്ച് കളഞ്ഞുകൂടാ. ആ നിഅമത്ത് നീ നഷ്ടപ്പെടുത്തി കളഞ്ഞുകൂടാ. അല്ലാഹു തആല തന്ന നിഅമത്തിനെ നീ നശിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായും നാളെ റബ്ബിന്റെ മുമ്പിൽ സമാധാനം പറയേണ്ടി വരുന്നതാണ്. ഉസ്മാൻ ഇബ്നു മൽഊൻ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്. അപ്പൊ ശരീരത്തിന്റെ ആന്തരികമോ ബാഹ്യമോ ആയ അവയവങ്ങൾക്ക് കേടുപാട് വരുന്ന ഒരു സംഗതിയും നമ്മൾ ചെയ്തുകൂടാ. ഒരു വിശ്വാസിയായ മനുഷ്യൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്.
പരിശുദ്ധമായ ഖുർആനിൽ തന്നെ കാണാം വഅൻഫിഖൂ ഫീ സബീലില്ലാഹ്. പരിശുദ്ധമായ സൂറത്തുൽ ബഖറയിലെ ഒരു ആയത്താണ് വഅൻഫിഖൂ ഫീ സബീലില്ലാഹ്. നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കണം. എന്നിട്ട് വലാ തുൽഖൂ ബിഐദീകും ഇലത്തഹ്ലുകാ. നിങ്ങളുടെ ശരീരത്തിന് കേടുപാട് വരുന്ന, ശരീരത്തിന്റെ ആരോഗ്യം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സംഗതിയും നിങ്ങൾ ചെയ്തുകൂടാൻ. പരിശുദ്ധ ഖുർആനിന്റെ കൽപ്പനയാണ്. വലാ തുൽഖൂ ബിഐദീകും ഇലത്തഹ്ലുകാ. ബിഐദീകും എന്നത് കൈകൾ കൊണ്ടാണ് അധിക കാര്യങ്ങളും ചെയ്യുന്നത്. വലാ തുൽഖൂ, നിങ്ങൾ കൊണ്ടിടരുത് ബിഐദീകും, നിങ്ങളുടെ കരങ്ങളെ, കൈകളെ നാശങ്ങളിലേക്ക് കൊണ്ടിടരുത് എന്ന് പറയാനുള്ള കാരണം എന്തിനാണ് അവിടെ കൈ തന്നെ പറഞ്ഞത്? കൈകൊണ്ടല്ലേ ടൈപ്പ് ചെയ്യുന്നത്, കൈകൊണ്ടല്ലേ ഓക്കെ ബട്ടൺ അമർത്തുന്നത്, കൈകൊണ്ടല്ലേ രാത്രി മൊബൈൽ ഫോണിൽ ഇങ്ങനെ നെക്കിയിരിക്കുന്നത്, റിമോട്ട് നെക്കുന്നത്. കൈകൾ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിന് കേടുപാട് ഉണ്ടായേക്കാവുന്ന പല സംഗതികളും കൈകൊണ്ട് കൂടുതൽ ചെയ്യുന്നു. അതുകൊണ്ടാണ് അവിടെ കൈ ഉപയോഗിച്ചത്. അവിടെ ഉദ്ദേശം എന്താണ്? നിങ്ങളുടെ ശരീരത്തിന് നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്ന, നിങ്ങളുടെ ശരീരത്തിന് കേടുപാട് വന്നു ഭവിക്കുന്ന ഒരു സംഗതിയും നിങ്ങൾ ചെയ്തു പോകരുത്. റബ്ബിന്റെ കൽപ്പനയാണ്, അള്ളാഹുവിന്റെ താക്കീതാണ്. എന്റെ പ്രിയപ്പെട്ട മുത്തുമോമിനീങ്ങളെ, നാം ചിന്തിക്കണം, നാം ആലോചിക്കണം. അതുകൊണ്ടല്ലേ ഇമാം ബാജൂരി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള മഹത്തുക്കൾ അവിടുന്ന് ശരീരത്തിന് നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്ന സംഗതികൾ ചെയ്തുകൂടാ എന്ന് ഈ പറഞ്ഞതിൽ വിശദീകരണം നൽകി. പുകവലിക്കുക, സിഗരറ്റ് വലിക്കുക, അത് ബീഡിയാണെങ്കിലും സിഗരറ്റ് ആണെങ്കിലും ഏത് കമ്പനിയുടേതാണെങ്കിലും ഉപയോഗിച്ചുകൂടാ. അത് തെറ്റാണ്, ഹറാം, തഹരീമിന്റെ കറാഹത്താണ് എന്നും അത് വർജിക്കേണ്ടതാണെന്നും ഇമാമിങ്ങൾ പഠിപ്പിക്കുന്നു. അത് മുസ്ലിയാര് വലിച്ചാലും തങ്ങന്മാര് വലിച്ചാലും സാധാരണക്കാരൻ വലിച്ചാലും തെറ്റുകൾ തെറ്റു തന്നെയാണ്. അത് മുസ്ലിയാര് വലിച്ചപ്പം ഹലാലും സാധാരണക്കാരൻ ബീഡി വലിക്കുമ്പോ ഹറാം, അങ്ങനെയില്ല. മുസ്ലിയാര് വലിക്കുന്നതും തെറ്റാണ്, സാധാരണക്കാരൻ വലിക്കുന്നതും തെറ്റാണ്. ചില സ്ഥലത്ത് കാണാം മുറുക്കുന്ന ചില മുസ്ലിയാന്മാർ, മുറുക്കുന്ന ചില മുസ്ലിയാന്മാരെ നമുക്ക് കാണാം. അപ്പൊ അവരോട് ചോദിക്കും, അല്ല മുസ്ലിയാരെ, മുറുക്കാനൊക്കെ ഇങ്ങനെ മുറുക്കുക, അത് പൊയില ഉപയോഗിച്ചിട്ടല്ലേ നിങ്ങളത് കഴിക്കുന്നത്? അത് ഇന്ന ശൈഖുന ചെയ്തിട്ടുണ്ട്, ഇന്ന വലിയ ചെയ്തിട്ടുണ്ട്, അല്ല ഇന്ന ഉസ്താദ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ന്യായം പറയാൻ ഒരു വകുപ്പുമില്ല. തെറ്റുകൾ അത് ഒരിക്കലും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തെടുക്കാൻ കഴിയില്ല. തെറ്റ് തന്നെയാണ്, അതിനൊരു എക്സ്ക്യൂസ് നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ശരീരത്തിന് ഹാനി വരുത്തുന്ന ഇപ്പൊ പൊയില നമ്മൾ കഴിക്കുമ്പോ തല മത്തടിക്കുന്നു, അല്ലേ? തല മത്തടിക്കുന്നു, തല കറങ്ങുന്നു, ശരീരത്തിന് കേടുണ്ടാക്കുന്ന സംഗതിയാണത്. അത് കഴിക്കൽ കൊണ്ട് ക്യാൻസർ ഉണ്ടാകുന്നു. സിഗരറ്റ് വലിക്കുന്ന സിഗരറ്റിന്റെ കവറിന്റെ പുറത്ത് തന്നെ എഴുതി വച്ചിരിക്കുന്നു, സിഗരറ്റ് നിങ്ങളുടെ ആരോഗ്യത്തിന് ഹാനികരമാണ്, അത് ക്യാൻസർ ഉണ്ടാക്കി തരുന്നതാണ് എന്ന് അതിന്റെ കവറിന്റെ പുറത്ത് തന്നെ ആ സിഗരറ്റ് ഉണ്ടാക്കുന്ന കമ്പനി വ്യക്തമായി എഴുതി വെച്ചിട്ടാണ് അവർ വിൽപ്പന നടത്തുന്നത്. അപ്പൊ ഞാൻ കടയിൽ ചെന്നിട്ട് ഇത് മേടിച്ച് വലിക്കുകയാണ്. കാരണം ഇത് ഉണ്ടാക്കിയ, ഇത് നിർമ്മിച്ച നിർമ്മാതാക്കളായ ആളുകൾ
അതിന്റെ ദോഷവശം അതിന്റെ പുറത്ത് തന്നെ എഴുതി വച്ചിരിക്കുന്നു. എഴുതിയത് മാത്രമല്ല, ക്യാൻസറിന്റെ ഒരു പ്രത്യേകമായ ഒരു ഫോട്ടോ, ക്യാൻസർ ബാധിച്ച വായ, ക്യാൻസർ ബാധിച്ച നാവ്, അതിന്റെ ഒരു പ്രത്യേകമായ ഫോട്ടോ തന്നെ ഈ സിഗരറ്റ് കവറിന്റെ പാക്കറ്റിന്റെ പുറത്ത് ഒട്ടിച്ചു വച്ചിരിക്കുന്നു. ഞാൻ ചെന്നിട്ടത് വാങ്ങിച്ച് ഞാൻ വലിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ശരീരത്തിന് ഹേതുവാകുന്ന, ശരീരത്തിന് കേടുപാടുണ്ടാകുന്ന ഒരു സംഗതിയും ഉപയോഗിച്ചുകൂടാ. പരിശുദ്ധ ഖുർആനിന്റെ കൽപ്പനയാണ്. മാത്രമല്ല, മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് എങ്ങനെയാണ് ഈ ബീഡി അതല്ലെങ്കിൽ പുകയില ഉണ്ടായത്. എന്നു മുതലാണ് ഈ പുകയില ഉണ്ടായത്? ഈ പുകയില എന്നു മുതലാണ് ഉണ്ടായത്? ഈ ലഹരി ഉണ്ടാക്കി തരുന്ന ഈ വസ്തുക്കൾ, അതിനൊരു ചരിത്രമുണ്ട്. മഹാനായ തഴവ ഉസ്താദിന്റെ അൽ മവാഹിബുൽ ജലിയയിൽ വളരെ വ്യക്തമായി തന്നെ നമുക്ക് കാണാൻ കഴിയും. എന്താണ്? മഹാനായ തഴവ ഉസ്താദ് പറയുന്നുണ്ട്, ആദം നബിക്കൊരു കുമ്പിടാൻ മടി കാട്ടി, അതിനാൽ തന്നെ ഇബ്ലീസിനെ റബ്ബാട്ടി. നമുക്കറിയാവുന്ന ചരിത്രമാണ്. ആദം നബിക്കൊരു സുജൂദ് ചെയ്യാൻ അള്ളാഹു ഇബ്ലീസിനോട്, മലക്കുകളോട് ഒന്നടങ്കം അള്ളാഹു തആല കൽപ്പിച്ചപ്പോൾ മലക്കുകൾ ആദരവ് സൂചകമായി ആദം നബി അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്തു. എല്ലാ മലക്കുകളും സുജൂദ് ചെയ്തു. പക്ഷേ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി മാത്രം സുജൂദ് ചെയ്തില്ല. അവൻ സുജൂദ് ചെയ്യാതെ മാറി നിന്നു. അവൻ കിബ്ർ നടിച്ചു. ആ ഒരൊറ്റ കാരണം കൊണ്ട് അല്ലാഹു തആല ഇബ്ലീസിനെ സ്വർഗ്ഗത്തിൽ നിന്ന് ആട്ടിപ്പുറത്താക്കുകയാണ്. ഫഖ്റുജു മിൻഹാ, ഇറങ്ങടാ പുറത്ത്, നിനക്കിനി ഇവിടെ ഒരു സ്ഥാനവുമില്ല. ഖിയാമത്ത് നാൾ വരെ നീ ശപിക്കപ്പെട്ടവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിയെ അതേ സ്വർഗ്ഗത്തിൽ നിന്ന് ശപിച്ചുകൊണ്ട് ആട്ടിപ്പുറത്താക്കി. റബ്ബിന്റെ ശാപം ഏറ്റ ശൈത്താനെന്ന് പേടിച്ചു മൂത്രമൊഴിച്ചെടോ പെട്ടെന്ന്. അല്ലാഹുവിന്റെ ശാപം ലഅനത്താക്കപ്പെട്ട ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിയിൽ പതിച്ചപ്പോൾ ഇബ്ലീസ് ഭയപ്പെട്ടുകൊണ്ട് പേടിച്ച് മൂത്രമൊഴിച്ചു. ലോകത്ത് ആദ്യമായി മൂത്രമൊഴിക്കുന്നത് സാക്ഷാൽ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിയാണ്. ലോകത്ത് ആദ്യമായി മൂത്രമൊഴിക്കുന്നത് ആരാണ്? ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിയാണ്. ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചതേ ഉള്ളൂ. ഒരു രൂപമുണ്ടാക്കി അതിലേക്ക് അല്ലാഹു തആല ആദം നബി അലൈഹിസ്സലാമിന് ജീവനിട്ട് കൊടുത്തു. ശേഷം മലക്കുകളോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞു. മലക്കുകളുടെ കൂട്ടത്തിൽ ജിന്ന് വിഭാഗത്തിൽപ്പെട്ട ഇബ്ലീസുമുണ്ട്. അവനോടും കൂടി ചേർത്താണ് അള്ളാഹുവിന്റെ കൽപ്പന. മലക്കുകളൊക്കെ സുജൂദ് ചെയ്തു. റബ്ബല്ലേ കൽപ്പിക്കുന്നത്, അനുസരിച്ചല്ലേ മതിയാകൂ. ഇബ്ലീസ് സുജൂദ് ചെയ്തില്ല. അപ്പൊ ഇബ്ലീസിനെ അല്ലാഹു തആല ആട്ടിപ്പുറത്താക്കിയപ്പോൾ റബ്ബിന്റെ ശാപം കിട്ടി. പേടിച്ച് വിറച്ച് അവൻ മൂത്രമൊഴിച്ചു. മഹാനായ തഴവ ഉസ്താദ് പറയുകയാണ്, ശൈത്താന്റെ മൂത്രം വീണ സ്ഥലത്താണെന്ന് ബീഡിപ്പുകയില മുളച്ചതും എന്നാണ്. ഇബ്ലീസിന്റെ ആ മൂത്രത്തുള്ളികളിൽ നിന്ന് തളിർത്ത് കിളിച്ച് വളർന്ന ചെടിയാണ്. അതിൽ നിന്നാണ് ഈ പുകയില കംപ്ലീറ്റ് ഉണ്ടായത്. സുബ്ഹാനല്ലാഹ്.
മഹാനായ തടവ ഉസ്താദ് അവിടുത്തെ കേവലം ഒരു വർത്താനം പറയല്ല, ഇത് കിതാബുകൾ നോക്കി മഹാനവറുകൾ എഴുതിയതാണ്. അൽ മവാഹിബുൽ ജലീൽ നമുക്ക് കാണാം. എന്നിട്ട് തഴവ ഉസ്താദ് ചോദിക്കുകയാണ്, ഇബ്ലീസ് മൂത്രമൊഴിച്ചവൻ തള്ളുന്നു, നീ നിന്റെ ചുണ്ടിൽ വെച്ചതും വലിക്കുന്നു. ഇബ്ലീസ് മൂത്രമൊഴിച്ച ആ മൂത്രത്തിൽ നിന്ന് ഉണ്ടായ, ആ നജസിൽ നിന്ന് ഉണ്ടായ, അതും ആരുടെ നജസ്? ഇബ്ലീസിന്റെ നജസിൽ നിന്ന് ഉണ്ടായ ഈ ബീഡി, സിഗരറ്റ് പോലെയുള്ള പുകയില നീ നിന്റെ വായിൽ വെച്ച് ഇങ്ങനെ വലിക്കുന്നു. നിനക്ക് ലജ്ജയില്ലേ? നിനക്ക് നാണമില്ലേ? അതുകൊണ്ട് നിനക്ക് എന്താണ് നേട്ടം? നിന്റെ ശരീരത്തിന് കോട്ടമുണ്ടാകുന്നതല്ലാതെ നിന്റെ ശരീരത്തിന് അതുകൊണ്ട് എന്താണ് നേട്ടം? ഒരു നേട്ടവും ഇല്ല. മൗത്തിന്റെ മുമ്പതിനുള്ള തൗബ വേണ്ടതാ, അല്ലാത്തവൻ ദുർമാർഗമിൽ മരിക്കേണ്ടതാ. സിഗരറ്റ് വലിച്ചു പോയവൻ, ബീഡി വലിച്ചു പോയവൻ മരിക്കുന്നതിനു മുമ്പ് തൗബ ചെയ്തു മടങ്ങിക്കോണം. കാരണം അള്ളാഹുവും റസൂലും വെറുത്ത ഒരു സംഗതി ഉപയോഗിച്ചവനാണ്. അതുകൊണ്ട് നീ തൗബ ചെയ്യണം മരിക്കുന്നതിന് മുമ്പ്. തൗബ ചെയ്യാതെയാണ് നീ മരിക്കുന്നതെങ്കിൽ നിനക്ക് ദുർമരണമാണ്, മോശപ്പെട്ട മരണമാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവർ, ഇത് മഹാന്മാര് കിതാബുകളിൽ രേഖപ്പെടുത്തി പഠിപ്പിക്കുകയാണ്. ഈ അന്തരീക്ഷം അള്ളാഹു തആല പടച്ചത് ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടാണോ? ഒരു കൂട്ടം ആളുകൾക്ക് വേണ്ടിയിട്ടാണോ? അല്ലെങ്കിൽ ഒരു വിഭാഗം ആളുകൾക്ക് വേണ്ടിയിട്ടാണോ? മനുഷ്യർക്ക് വേണ്ടി മാത്രമാണോ? അല്ല. ഈ ലോകത്ത്, ഈ കാണുന്ന അഖിലാണ്ട മണ്ഡലങ്ങളിൽ എന്തെല്ലാം പടപ്പുകൾ, മനുഷ്യനും മനുഷ്യേതര വസ്തുക്കളും, പറവകളും പക്ഷികളും പ്രാണികളും, എന്തെല്ലാം വസ്തുക്കൾ, ഇതൊക്കെയും അധിവസിക്കുന്ന ഈ അന്തരീക്ഷം മലിനമാക്കാൻ റബ്ബ് തആല നമുക്ക് കൂട്ടുനിൽക്കുമോ? ഈ അന്തരീക്ഷത്തെ മലിനമാക്കുന്നവനെ റബ്ബ് വെറുതെ വിടുമോ? നാം ചിന്തിച്ചു നോക്ക്. സിഗരറ്റ് വലിച്ച്, ബീഡി വലിച്ച് അതിന്റെ പുക അന്തരീക്ഷത്തിലേക്ക് ഇങ്ങനെ വിടുമ്പോ ആ സിഗരറ്റും ബീഡിയും വലിക്കുന്നവനെക്കാട്ടിലും വലിയ രോഗങ്ങളാണ് അതിന്റെ പുക ശ്വസിക്കുന്നവർക്ക് ഡോക്ടർമാര് പോലും പറയുകയാണ്. അവരല്ലേ ആ വിഷയത്തിൽ കൂടുതൽ പാണ്ഡിത്യമുള്ളത്. ഡോക്ടർമാര് പോലും പറയുന്നു, സിഗരറ്റ് വലിക്കുന്ന ആളിന്റെ അരികിലേക്ക് കുഞ്ഞുങ്ങളെ കൊടുക്കരുത്. സിഗരറ്റ് വലിക്കുന്ന ആളുകളെ കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ചുംബനം കൊടുപ്പിക്കരുത്. സിഗരറ്റ് വലിക്കുന്ന ആളുകളെ അവരുടെ കയ്യിലേക്ക് നിങ്ങളുടെ കുട്ടികളെ ലാളിക്കാൻ കൊടുക്കരുത്. അവരുടെ അടുത്ത് നിങ്ങളുടെ കുട്ടികളെ ഇരുത്തരുത്. കാരണം ആ പുക വലിക്കുന്ന ആളിനുണ്ടാകുന്ന രോഗത്തെക്കാൾ കഠിനമായ രോഗം ആർക്കുണ്ടാകുന്നു? ഈ പുകവലി ശ്വസിച്ച്, ആ പുകവലി ശ്വസിക്കുന്ന, അല്ലെങ്കിൽ ബീഡിയുടെ, സിഗരറ്റിന്റെ പുക അത് ശ്വസിക്കുന്ന ആളുകൾക്കും അതിനേക്കാൾ വലിയ രോഗം ഉണ്ടാകുന്നു. അത് തന്നെയാണ് കാരണം. സുബ്ഹാനല്ലാഹ്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മള് പരസ്യമായ ഒരു സ്ഥലത്ത് പുകവലിക്കരുത്, ശിക്ഷാർഹമാണ് എന്നെഴുതി വെച്ചാൽ അവിടെ നിന്ന് വലിക്കൂല. കാരണം പൈസ പെറ്റിയടിക്കും, ഇല്ലേ? അള്ളാന്റെ റസൂല് പറഞ്ഞു, എടാ സിഗരറ്റ്, ബീഡി പോലെയുള്ള ദുർഗന്ധമുണ്ടാക്കുന്ന സംഗതി നീ ഉപയോഗിക്കരുത്. ദുർഗന്ധമുണ്ടാക്കുന്ന ഒരു സംഗതിയും ഉപയോഗിക്കരുത്. അതല്ലേ സ്വഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ചെറിയ ഉള്ളി, ആ ഉള്ളി തിന്നിട്ട് പള്ളിയിലേക്ക്, പച്ച ഉള്ളി തിന്നിട്ട് പള്ളിയിലേക്ക് വരരുത്. എന്തേ കാരണം? ഉള്ളിക്കൊരു ദുർഗന്ധമുണ്ട്. അത് തിന്നാൽ ആ വായിൽ നിന്നും അതിന്റെ ഗന്ധം, അതിന്റെ ദുർഗന്ധം ഇങ്ങനെ വമിച്ചുകൊണ്ടിരിക്കും.
അപ്പൊ അടുത്ത് നിൽക്കുന്ന ആളുകൾക്ക് അരോചകമാണ്, അവർക്കതൊരു അനിഷ്ടമാണ്. മനുഷ്യർക്ക് മാത്രമല്ല, പള്ളിയിൽ റഹ്മത്തിന്റെ മാലാഖമാരുണ്ട്, അവർക്കും അതൊരു വെറുപ്പായി വരും. അതുകൊണ്ട് പച്ച ഉള്ളി തിന്നിട്ട് പള്ളിയിലേക്ക് വരല്ലേ. ഉസ്താദ് പറയുന്നുണ്ട്, അടുക്കല്ലേ പള്ളിയിലുള്ളി തിന്നവരാരും എന്നുള്ള തിരുമൊഴി ഓർക്കണേ എല്ലാരും. പള്ളിയില് ഉള്ളി തിന്നിട്ട് വരരുതേ എന്ന് പറയാനുള്ള കാരണം എന്താ? ഇതിനുള്ള ഗന്ധം സജ്ജനത്തിനനിഷ്ടമാ, അവർക്കുള്ള അനിഷ്ടം തെറ്റു തന്നത് സ്പഷ്ടമാ. എന്ത് നല്ല വരികൾ! ദുർഗന്ധം നമ്മൾ കാരണം ദുർഗന്ധമുണ്ടാവുക അത് സജ്ജനങ്ങൾക്ക് അനിഷ്ടമാണ്. ആ സജ്ജനങ്ങൾക്ക് അനിഷ്ടമുണ്ടാക്കുന്ന സംഗതി, മലക്കുകൾക്ക് അനിഷ്ടമുണ്ടാക്കുന്ന സംഗതി നമ്മൾ ചെയ്യുന്നത് വലിയ തെറ്റ് തന്നെയാണ്. സിഗരറ്റ് വലിക്കുക, ബീഡി വലിക്കുക, മുറുക്കാൻ മുറുക്കി തുപ്പുക, ഇതുകൊണ്ട് ഇത് മുറുക്കുന്ന ആൾക്ക് മാത്രമോ അല്ലെങ്കിൽ സിഗരറ്റ് വലിക്കുന്ന ആളിന് മാത്രമോ അല്ല, അവന് ശാരീരികമായ കേടുണ്ടാകുന്നു. അതേപോലെ അത് ശ്വസിക്കുന്നവർക്കും ശാരീരികമായ കേടുണ്ടാകുന്നു. അതിന്റെ ഗന്ധം ഇങ്ങനെ അടിച്ചു വീശുമ്പോ സജ്ജനങ്ങൾക്ക് അനിഷ്ടമുണ്ടാക്കുന്നു. അപ്പം സജ്ജനങ്ങൾക്ക് അനിഷ്ടമുണ്ടാക്കുന്നത്, അതിന് കാരണമാകുന്നത് അതും തെറ്റായി മാറുന്നു. പലതരത്തിലുള്ള തെറ്റായി അത് മാറുന്നു എന്നതാണ് മഹാന്മാര് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് ദുർഗന്ധമുണ്ടാക്കുന്ന, മനുഷ്യന്റെ ശരീരത്തിനെ നശിപ്പിച്ചു കളയുന്ന ഇത്തരത്തിലുള്ള ലഹരി ഉപയോഗങ്ങൾ ഒരു വിശ്വാസിക്ക് പാടുള്ളതല്ല, ഒരു മുഅ്മിനായ മനുഷ്യന് പാടുള്ളതല്ല. അത് പൊയില കൂട്ടിയുള്ള മുറുക്കാനാണെങ്കിലും, അത് സിഗരറ്റ് വലിക്കുന്നതാണെങ്കിലും, അത് ബീഡി വലിക്കുന്നതാണെങ്കിലും. അടുത്ത സമയത്ത് ഒരു ചായക്കടയിൽ ചായ കുടിക്കാൻ വേണ്ടി ചെന്നിരുന്നപ്പോ ഒരു പ്രായമുള്ള വാപ്പ കയ്യിൽ ഒരു കീസ്, സഞ്ചി. എന്താണ് സഞ്ചിക്കകത്ത്? ഇത് മുഴുവനും ഹോസ്പിറ്റലിലെ ബില്ലും മരുന്നും ഒക്കെയാണ്. വലിയൊരു കീസ്. വന്നു വല്ലാണ്ട് ശ്വാസം എടുത്ത് വിടാൻ അദ്ദേഹത്തിന് വലിയ ബുദ്ധിമുട്ട്. വന്നിരുന്നിട്ട് ചായക്കടക്കാരനോട് പറഞ്ഞു, ഒരു മധുരമില്ലാത്ത ചായ പോരട്ടെ. മധുരമില്ലാത്ത ചായ. അപ്പൊ അടുത്തിരുന്ന ആള് ചോദിച്ചു, മധുരം എപ്പോഴും ഉപയോഗിക്കുമോ? ഷുഗർ കുറച്ച് കൂടുതലാണ്, അതുകൊണ്ട് മധുരം ഉപയോഗിക്കൂല. മധുരമില്ലാത്ത ചായ ഓർഡർ ചെയ്തിട്ട് പെട്ടെന്ന് മടിയിൽ നിന്ന് ബീഡി എടുത്തു വെച്ച് കത്തിച്ചിങ്ങനെ വലിക്കുകയാണ്. ഒരെണ്ണം കത്തിച്ചു തീർന്നു. പിന്നെ അടുത്തത് 3-4 ബീഡിയോളം അദ്ദേഹം എടുത്തിങ്ങ. ഞാൻ അതിന്റെ പുക ഇങ്ങനെ അടിച്ചു വന്നപ്പോ വെളിയിലേക്ക് ഇറങ്ങി നിന്നു. ഞാനിങ്ങനെ നോക്കി, ഈ പ്രായമുള്ള മനുഷ്യൻ, കയ്യിൽ ഫുൾ ടൈം മരുന്നുമായി, മെഡിസിനുമായി ജീവിക്കുന്ന ഈ മനുഷ്യൻ, ഷുഗറും പ്രഷറും ഒക്കെയുള്ള ഈ മനുഷ്യൻ അതിനെയൊക്കെ ഭയപ്പെടുന്നുണ്ട്. പക്ഷേ ആ ഷുഗറിനേക്കാൾ, പ്രഷറിനേക്കാൾ, മറ്റു രോഗത്തെക്കാൾ വലിയ കേടുപാടുണ്ടാക്കുന്ന ഈ പുകവലിയാകുന്ന വിപത്തിന്റെ, അതിന്റെ ആപത്ത് എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല? സുബ്ഹാനല്ലാഹ്. അതില്ലാതെ മനുഷ്യന് ജീവിക്കാൻ കഴിയുന്നില്ല. ബാത്റൂമിൽ പോകുമ്പോഴും അത് വേണം ചിലർക്ക് നോമ്പ് തുറക്കുമ്പോ ഫസ്റ്റ് സ്മോക്കിംഗ് തന്നെ, ബീഡി വലി തന്നെ. ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റാണ്. സുബ്ഹാനല്ലാഹ്. വലിയ തെറ്റാണ്. മഹാന്മാര് വിശദീകരിച്ച് പഠിപ്പിക്കുന്നുണ്ട്. എന്ത്? കള്ളുകുടിയെക്കാട്ടിലും അശദ്ധാണ് മദ്യപാനത്തെക്കാൾ അശദ്ധാണ് എന്ന് ചില പണ്ഡിതന്മാര് പഠിപ്പിക്കുന്നുണ്ട്. സിഗരറ്റ് വലി, പുകവലി, അത് മദ്യപാനത്തെക്കാൾ. ചിലർ പറയും, ഞാൻ കള്ളൊന്നും കുടിക്കുന്നില്ല, ഞാനൊരു ഇച്ചിരി സിഗരറ്റ് വലിക്കുന്നല്ലേ ഉള്ളൂ, മുറുക്കുന്നല്ലേ ഉള്ളൂ. ചിലർ ചുണ്ടിന്റെ അടിയിൽ വെക്കുന്ന ചില സംഗതികൾ,
അത് വിൽക്കൽ അലോഡില്ല. പക്ഷെ വിൽക്കുന്ന ചില കേമന്മാരുണ്ട്, രഹസ്യമായി വിൽക്കുന്നവർ. എന്നിട്ട് അത് മേടിച്ച് ചില ചെറുപ്പക്കാരും അല്ലാത്തവരുമൊക്കെ അത് മേടിച്ച് അവരിങ്ങനെ സംസാരിക്കുമ്പോൾ തന്നെ വായിൽ വല്ലാത്ത ഒരു സ്മെല്ലാണ്. ചുണ്ടൊക്കെ മുമ്പോട്ട് തടിച്ച് വീർത്തിരിക്കും. കാരണം ചുണ്ടിന്റെ അടിയിൽ ലോഡ് കണക്കിന് സാധനം ഇരിക്കുകയാണ്. ഇന്ന് അതൊക്കെ പോയി MDMA പോലെയുള്ള വേറെ പല പല സംഗതികളുണ്ട്. പക്ഷേ ഇതെല്ലാം കള്ളിനേക്കാൾ മദ്യത്തിനേക്കാൾ അശദ്ധാണ്, കടുപ്പമുള്ളതാണ് എന്ന് മാത്രമല്ല, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, അതേ പൊന്നാര മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്ത് ഈ കൂട്ടർക്ക് ലഭിക്കുകയില്ല. ശഫാഅത്ത് ഈ കൂട്ടർക്ക് ലഭിക്കുകയില്ല. സുബ്ഹാനല്ലാഹ്. സിഗരറ്റ്, ബീഡി, മുറുക്കാൻ, അതേപോലെ അങ്ങനെ തുടങ്ങിയ പാൻ പരാഗ്, പാൻ മസാലകൾ. പാൻ എന്ന് പറഞ്ഞാൽ ഉറുദു ഭാഷയാണ്. ലഹരി ഉപയോഗിക്കുന്ന ലഹരി പദാർത്ഥങ്ങൾ, പുകയില ഉൽപ്പന്നങ്ങൾ മുഴുവനും എന്താണ് ഉപയോഗിക്കുന്നത്? അത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് വെറുത്തതായ സംഗതിയാണ്. എന്റെ പ്രിയപ്പെട്ട മുത്തു മുഅ്മിനീങ്ങൾ, നന്നായി ചിന്തിക്കണം, നന്നായി ആലോചിക്കണം. ലോക പുകയില വിരുദ്ധ ദിനം ആചരിക്കാൻ പ്രത്യേകമായ ഒരു ദിവസമുണ്ട്. പക്ഷേ ഇന്ന് എല്ലാ സ്ഥലത്തും ഇത് ആചരിക്കുന്നു. അന്നത്തെ ഒരു ദിവസം വരുമ്പോൾ എല്ലാവരും അതിനെക്കുറിച്ച് വാതോരാതെ പ്രസംഗിക്കാറുണ്ട്, എല്ലാം ചെയ്യാറുണ്ട്. പക്ഷേ ഓരോ വർഷങ്ങൾ കഴിയും തോറും ഇതിൻ്റെ ഉപഭോക്താക്കൾ, ഉപയോഗിക്കുന്ന ആളുകൾ വർദ്ധിച്ചു വരികയാണ്. സ്ത്രീകളിലും ചെറിയ കുട്ടികളിൽ പോലും ഇന്ന് ലഹരി അതേ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. കഞ്ചാവാണെങ്കിലും അതേപോലെയുള്ള സർവ്വ ലഹരി പദാർത്ഥങ്ങളും എത്രയാണ് എയർപോർട്ടുകളിൽ പിടിക്കപ്പെടുന്നത്? കിലോ കണക്കിന് ഓരോ സ്ഥലങ്ങളിൽ പിടിക്കപ്പെട്ടത് ടിവിയിലും ന്യൂസിലും നമ്മൾ കാണും. പിടിക്കപ്പെട്ടത് നമ്മൾ കണ്ടു, പിന്നെ അതിനെക്കുറിച്ചുള്ള വാർത്ത നമ്മൾ അറിയുന്നില്ല. പിന്നെ കുറെ കാലങ്ങൾക്ക് ശേഷം വേറെ ഒരുത്തനെ പിടിക്കുന്നു. ഈ പിടിക്കുന്നവർക്ക് തക്കതായ ശിക്ഷ കൊടുത്തുവെങ്കിൽ ആവർത്തിക്കപ്പെടുകയില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ട മുത്തു മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഇസ്ലാം മതം നിരോധിച്ച സംഗതികൾ, ഒഴിവാക്കാൻ പറഞ്ഞ സംഗതികൾ തീർത്തും നമ്മൾ ഒഴിവാക്കിയേ മതിയാകൂ. നമ്മുടെ ജീവിതം നശിപ്പിച്ചു കളയുന്ന, ആയുസ്സിനെ നശിപ്പിച്ചു കളയുന്ന, നമ്മുടെ ആരോഗ്യത്തിന് ക്ഷതം വരുത്തുന്ന, ആരോഗ്യത്തെ നഷ്ടപ്പെടുത്തുന്ന 80% ക്യാൻസർ രോഗങ്ങൾക്ക് കാരണം ഈ ലഹരി ഉപയോഗമാണെന്ന് ഡോക്ടേഴ്സ് തന്നെ പറയപ്പെടുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ എന്തിനിത് ഉപയോഗിക്കണം? പരിശുദ്ധ ഇസ്ലാം അനുസരണയുടെ മതമല്ലേ? അള്ളാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പനകളല്ലേ പരിശുദ്ധ ഇസ്ലാമിലുള്ളത്? അത് അനുസരിക്കുക ഒരു മുസ്ലിമിന്റെ ബാധ്യതയല്ലേ? പരിശുദ്ധ ഇസ്ലാമിന്റെ കൽപ്പനകൾ അനുസരിക്കാതിരിക്കുന്നവൻ എങ്ങനെയാണൊരു മുസ്ലിമാണ് എന്ന് നമുക്ക് പറയാൻ നമുക്ക് കഴിയുന്നത്? ഖുർആന്റെ കൽപ്പനയാണ്, വലാ തുൽഖൂ ബിഐദികും ഇലൽ തഹ്ലുക. ശരീരത്തിന് ഹേതുവാകുന്ന, ശരീരത്തിന് കേടുപാടുണ്ടാകുന്ന, ശരീരത്തെ നശിപ്പിച്ചു കളയുന്ന ഒരു സംഗതിയും ചെയ്തു പോകരുതേ. നിന്റെ സ്വന്തം ശരീരത്തിന് മാത്രമല്ലല്ലോ അതുകൊണ്ടുള്ള കേടുപാട് വരുന്നത്. സമൂഹത്തിലുള്ളവരുടെ ശരീരത്തിന് അവർ ശ്വസിക്കുന്നതും ഈ വായുവല്ലേ. നീ വലിച്ചു വിടുന്ന ഈ പുക, അത് അന്തരീക്ഷത്തിലേക്ക് പടർന്ന് ആ അന്തരീക്ഷത്തിൽ നിന്ന് വരുന്ന വായുവല്ലേ എല്ലാ ആളുകളും ശ്വസിക്കുന്നത്. അപ്പൊ നീ കാരണം മറ്റുള്ളവരുടെ ശരീരത്തിനും കേടുപാട് വരുന്നു. സുബ്ഹാനല്ലാഹ്. എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നന്നായി ചിന്തിക്കണം. ദുർഗന്ധമുണ്ടാക്കുന്ന, ശരീരത്തിന് കേടുപാടുണ്ടാക്കുന്ന ഇത്തരം ഉപയോഗങ്ങളിൽ നിന്ന് വിശ്വാസികൾ മാറി നിൽക്കണം, ഒഴിവാക്കണം. അല്ലാഹു തആല ചിന്തിക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.